നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കവിയൂർ പഞ്ചായത്തിലെ മുട്ടത്തുപാറയിലുണ്ടായിരുന്ന പൊതു ശ്മശാനത്തിന് പുതിയ മുഖം. 1 ഏക്കറോളം വിസ്തൃതി പൊതു ശ്മശാനത്തിന് ഉണ്ടായിരുന്നെങ്കിലും ഇവിടം മൊത്തം കാട് പടർന്ന് മൂടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ അടക്കാം എന്നുള്ളതല്ലാതെ യാതൊരു സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇവിടെയാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഇതിന് മുൻകൈയെടുത്തത്. മുട്ടത്തുപാറയിൽ പൊതുശ്മശാനത്തിന് പുതിയ മുഖം. 1 ഏക്കറോളം വിസ്തൃതിയുണ്ടെങ്കിലും കാടു വളർന്നതിനാൽ ശ്മശാനം എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ കിടന്നിരുന്ന അവസ്ഥയ്ക്കാണ് മാറ്റമുണ്ടാക്കിയത്. മൃതദേഹങ്ങൾ അടക്കാനൊരു സ്ഥലമുണ്ടെന്നല്ലാതെ യാതൊരുവിധ സജ്ജീകരണങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. മരിച്ചവരുടെ ബന്ധുമിത്രാദികൾ സ്ഥലം തിരഞ്ഞുപിടിച്ച് കാടു തെളിച്ച് അടക്കേണ്ട ഗതികേടിലാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. ഇതാണ് പഞ്ചായത്ത് 16.50 ലക്ഷം രൂപ മുടക്കി നവീകരിച്ചത്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് മൃതദേഹം അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളും ശുശ്രൂഷകളും നടത്താനുള്ള ഹാൾ ക്രമീകരിച്ചു. ഇതിന് സമീപത്തായി മൃതദേഹം അടക്കാനുള്ള 2 സെല്ലുകളും പൂർത്തിയാക്കി. പഞ്ചായത്തിലുള്ള ആളുകൾ മരണപ്പെട്ടാൽ അവരെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിടുകയായിരുന്നു. അതുപോലെ ഇതിനകത്ത് കൊണ്ടുവന്നു വെക്കാനും വിവിധ മതസ്ഥർക്ക് അന്ത്യകർമ്മങ്ങൾ ആചാരപ്രകാരം ചെയ്യാനും കെട്ടിടമുണ്ടായിരുന്നില്ല. ഇവിടേക്കുള്ള വഴിയുടെ കാര്യവും നാളുകളായി പ്രശ്നത്തിലായിരുന്നു. മുട്ടത്തുപാറ ഗുരുമന്ദിരം റോഡിൽ നിന്നും ശ്മശാനത്തിലേക്ക് 300 മീറ്ററോളം ദൂരമുണ്ട്. കുത്തിറക്കത്തോടുകൂടിയ നടപ്പാതയിലൂടെ മൃതദേഹം ചുമന്നു വേണമായിരുന്നു എത്തിക്കാൻ. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണ് ശ്മശാനം നവീകരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MD ദിനേശ് കുമാർ അറിയിച്ചു. ശൗചാലയം, ചുറ്റുമതിൽ, വൈദ്യുതി, കുടിവെള്ളം അടക്കമുള്ളവയുടെ പ്രവൃത്തികൾ താമസിയാതെ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.